കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില വധക്കേസിൽ പ്രതി യാസിർ കത്തി വാങ്ങുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കൈതപ്പൊയിലിലെ കടയിലെത്തിയാണ് പ്രതി കത്തി വാങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഈ പ്രതിയുടെ ഈ നീക്കം. കത്തി വാങ്ങാൻ അയാൾ കടയിലെത്തി അത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതുൾപ്പെടെ 2 കത്തികൾ ഉപയോഗിച്ചാണ് ഷിബിലയെ ഈ പ്രതി കുത്തിയത് എന്ന് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പോലീസ് വാദങ്ങൾ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ച വാദങ്ങൾ സാധൂകരിക്കുന്ന കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നതിനുള്ള നിർണായക തെളിവാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കൊലപാതകം നടത്താൻ മുൻപി കടയിൽ, കൈതപ്പൊയിലെ ഒരു കടയിലെത്തി ബലമുള്ള കത്തി ചോദിച്ച് മേടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തത്. അതാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വളരെ കൃത്യമായി ആസൂത്രിതമായി, അതായത് ഷിബിലിയെ കൊല്ലണം, ആക്രമിക്കുകയല്ല, ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്, കുത്തിക്കൊല്ലുകയാണ് ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി സാധൂകരിക്കുന്ന അതിനുള്ള കൃത്യമായ തെളിവാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത്. മാത്രവുമല്ല, 2 കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം എന്നുള്ള നേരത്തെ 24 തന്നെയായിരുന്നു വാർത്ത ബ്രേക്ക് ചെയ്തത്. ഇതിൽ ഇപ്പോൾ താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ, അതുപോലെ തന്നെ അവിടെയുള്ള IP സായുജ്, ഇവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ വിശദമായ തെളിവ് ശേഖരണത്തിലേക്ക് നടക്കുന്നു. കാരണം ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളത്, അതിൽ ആസൂത്രിതമായ കൊലപാതകമാണ് ഷിബിലി കൊലപാതകം എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വിജയകുമാർ. യെസ്, ഈ പ്രധാന പ്രതിയല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ പ്രതി. അയാൾ യാസർ കൈതപ്പൊയിലെ കടയിലെത്തി കത്തി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് 24 പുറത്തുവിടുന്നത്. അതിൽ ഇത് നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമാണ് ഈ കൊലപാതകമെന്ന് ഉറപ്പിക്കാവുന്ന തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.